സാധാരണ എനിക്ക് ഉച്ചയ്ക്ക് ഉറങ്ങണ ശീലം ഒട്ടുമില്ല കേട്ടോ. മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം കേട്ടോ ഞാൻ ഇന്നതേ ഉച്ചയ്ക്ക് ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തലയ്ക്ക് മൊത്തം ഒരു മപ്പ് പിടിച്ച ഫീലായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ തേജപ്പം ക്ലാസ് കഴിഞ്ഞ് വരാറായിട്ടുണ്ട്. അപ്പൊ പിന്നെ ചെറുതായിട്ട് സ്മൂത്തി അടിച്ച് കൊടുക്കാന്നായിട്ട് വിചാരിക്കുന്നത്. 2 നേന്ത്രപ്പഴാട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതേ 2 ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ ആപ്പിൾ തോല് കളയാറുണ്ട്. ഞാൻ തൊലി കളഞ്ഞിട്ടില്ല കേട്ടോ, കുരു ഇല്ലാത്ത ആപ്പിളായിരുന്നു. അതിലേക്ക് ഇതേ കുറച്ച് കാഷ്നട്ട്സും ബദാമും ഡൈറ്റ്സും പിന്നെ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുക്കട്ടെ ചെയ്യുക. കുറച്ച് പാലായിട്ട് ഒഴിക്കുന്നുള്ളൂ. അങ്ങനെ അത് നന്നായി പേസ്റ്റ് ആക്കി എടുത്തതിന് ശേഷം ബാക്കി പാലും കൂടി ഒഴിച്ചിട്ട് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കുന്നത്. ഫസ്റ്റ് കുറച്ച് പാലിൽ അടിച്ചെടുക്കുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ, നട്ട്സ് ഒന്നും ശരിക്കും അടിഞ്ഞ് വരില്ല, അതുകൊണ്ടാണ്. പിന്നെ ബാക്കി ജാറിലുള്ളത് ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് തേജുവിന് മാത്രമല്ല കേട്ടോ, വിൻഷാട്ടിനൊക്കെ ഉള്ളതുണ്ട്. അതുകൊണ്ടാണ് 2 പഴവും 2 ആപ്പിളൊക്കെ എടുത്തത്. അല്ലെങ്കിൽ 1 പഴവും 1 ആപ്പിളൊക്കെ ആയിട്ട് എടുക്കാറ്. പിന്നെ അതേ വൈകുന്നേരമായിട്ടോ പണി നടക്കുന്നുണ്ട് മുറ്റത്ത്. പിന്നെ ജിഷ്ണുവേട്ട അതേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവരെല്ലാവരും കൂടിയിട്ട് ഇതേ ചായ കുടിച്ചിരുന്ന് ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട്. പിന്നെ തേജപ്പന്റെ വണ്ടിയുടെ ഹോണടി കേട്ടപ്പോൾ ഞാൻ വേഗം അതേ റോട്ടിക്ക് കയറി നിന്നു. അങ്ങനെ തേജു വന്നു കേട്ടോ. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു തേജുവിന്റെ ഈ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള വരവ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രാവിലെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പഠിച്ച പണി 18 നോക്കിയിട്ടുണ്ടായിരുന്നു അൺബോക്സ് ചെയ്യാൻ. പക്ഷേ സമയമില്ലാത്ത കാരണം അതിന് നമ്മൾ മുതിർന്നില്ല കേട്ടോ. അപ്പോൾ അതേ ക്ലാസ് കഴിഞ്ഞ് വന്ന് അൺബോക്സ് ചെയ്യണതിന്റെ പ്രകടനങ്ങളാണ്. പിന്നെ അവനെ കൊണ്ട് സ്മൂത്തി കുടിപ്പിക്കാനുള്ള ഒരു ഒറ്റ വേണ്ടായിരുന്നുള്ളൂ കേട്ടോ. അൺബോക്സ് ചെയ്യണമെങ്കിൽ ഇത് ഫുള്ള് കഴിച്ചാൽ മാത്രമേ ഞാനത് അൺബോക്സ് ചെയ്ത് തരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് കുട്ടി ഇത് അവിടെ ഇരുന്ന് കഷ്ടപ്പെട്ടിട്ട് അവന് ഇഷ്ടമാണ് കേട്ടോ. എങ്കിലും കൂടിയിട്ട് ഫുൾ ഇൻട്രസ്റ്റ് അൺബോക്സ് ചെയ്യാനാണ്. അതുകൊണ്ട് വേഗം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളത് ഇതേ അൺബോക്സ് ചെയ്തു. അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിക്ക് ഇവിടെയൊക്കെ പരന്നിട്ടുണ്ടായിരുന്നു. ആകെ മൊത്തം പിച്ചി പൊളിച്ചിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ വേഗം അടിച്ചോരി. ഇതോടുകൂടി നമ്മുടെ വൈകുന്നേരത്തെ അടിച്ചോരലില്ലേ അതോടുകൂടി അങ്ങോട്ട് തീർത്തു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതേ ഞങ്ങളുടെ പറമ്പിലേക്ക് പോവാട്ടോ. അപ്പോൾ അവിടെ തെങ്ങിൻ തൈ ഞാൻ പറഞ്ഞല്ലോ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അത് വൈകിട്ട് അമ്മമ്മയുടെ വീട്ടിൽ കൊണ്ടേക്കാന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ എടുത്തിട്ട് ഇത് അങ്ങോട്ടായിട്ട് പോണത്. തേജപ്പനെ നമ്മളിത് അപ്പുറത്ത് കളിക്കുകയാണ് പിള്ളേരുടെ കൂടെ. അപ്പോൾ അതുകൊണ്ട് അവൻ അവിടെ വീട്ടിലാക്കിയിട്ട് മുമ്പ് ഇട്ടാ നമ്മുടെ യൂട്യൂബിൽ പഴയ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം വീട് വെക്കാൻ ഉദ്ദേശിച്ച ഒരു സ്ഥലം ഇട്ട, അതായത് എൻ്റെ അമ്മയുടെ സ്ഥലം. അവിടെയായിരുന്നു നമ്മൾ ആദ്യം വീട് വെക്കാൻ കിണറൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു വഴിയുടെ പ്രശ്നം കാരണമാണ് നമ്മളിപ്പോൾ വീട് വെച്ചോടത്ത് സ്ഥലം വാങ്ങിയിട്ട് വീട് വെച്ചതല്ലോ. അപ്പോൾ എന്തായാലും ആ പറമ്പ് വെറുതെ കിടക്കുമല്ലോ. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ 4 തെങ്ങിൻ തൈയൊക്കെ വെക്കാന്നുള്ളൊരു പ്ലാനിലാണ്. ആകെ മൊന്ത പിടിച്ച് കാടായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മൾ ഫസ്റ്റ് കുത്തിയ കിണർ. ചേട്ടനാണെങ്കിൽ എപ്പോൾ വന്നാലും ആദ്യം കിണറാട്ടോ പോയി നോക്കുക. എന്താ വെച്ചാൽ വിൻചേട്ടൻ ആദ്യമായിട്ട് സമ്പാദിച്ചിട്ട് ചെയ്തൊരു കാര്യമാണ് കേട്ടോ കിണർ കുത്തിയേക്കണത്. ഏകദേശം ഒരു 3 വർഷമൊക്കെ ആയിട്ടുണ്ടാവുക. അങ്ങനെ തെങ്ങിൻ തൈ ഇതേ തറവാട്ടിലെ ഒരു അരിക്കിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ നമ്മുടെ വീട്ടിലേക്ക് പോയി. തേജപ്പനെ വിളിക്കട്ടെ. അവൻ അപ്പോഴേക്ക് ഏകദേശം ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് അപ്പുറത്തെ വീട്ടിലേക്ക് എത്തിക്കണു കളിച്ചിട്ട്. അങ്ങനെ അവനെയും കൂട്ടിയിട്ട് നമ്മൾ വീട്ടിലെത്തി. പിന്നെ കുട്ടി കുറച്ചു നേരം പഠിക്കാതിരിക്കട്ടെ. പക്ഷെ ഇന്നത്തെ പഠിക്കാതിരിക്കല് കുറച്ച് അൺസഹിക്കബിൾ ആണ് കേട്ടോ. കാരണം കറണ്ട് ഉണ്ടായിട്ട് പോലും ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് ലാമ്പൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് കുട്ടി ഇരുന്ന് പഠിക്കണത്. എന്താ ചെയ്യുക, കമ്മിറ്റ്മെന്റ് ആണ് കമ്മിറ്റ്മെന്റ് കിട്ടുക. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.